കേരളത്തിൻ്റെ മുത്തശ്ശി പത്രം മലയാള മനോരമ പരസ്യമായിട്ടൊരു മാപ്പ് പ്രസിദ്ധീകരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പ് പലരും നിയമ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ മനോരമ ഇത്തരം വൃത്തികേടുകൾ കാണിക്കില്ലായിരുന്നു. മനോരമയിൽ 8 വർഷത്തോളം പണിയെടുത്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അതും കോട്ടയത്ത് മനോരമയുടെ ഹെഡ് ഓഫീസിൽ എഡിറ്റോറിയൽ വിഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തസ്തികയിൽ 8 വർഷം പണിയെടുത്തിട്ട് ഞാൻ സ്വയം രാജിവെച്ച് പോകുന്ന ഒരാളാണ്. എൻ്റെ രാജി സ്വീകരിക്കാതെ എനിക്ക് VRS തന്നെ ബഹുമാനിച്ച സ്ഥാപനം കൂടിയാണ് മനോരമ മാനേജ്മെന്റ്. അത് ഞാനിവിടെ എടുത്തു പറയും. എൻ്റെ രാജി സ്വീകരിച്ചില്ല, പകരം നിങ്ങൾക്ക് VRS തരാം എന്ന് പറയുമ്പോൾ എനിക്ക് കുറെ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടും. അപ്പൊ അത്രയും മനുഷ്യത്വപരമായിട്ട് എന്നോട് പെരുമാറിയ കമ്പനിയാണ്. എങ്കിലും വാർത്തയുടെ കാര്യത്തിൽ ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്നത് മനോരമയ്ക്ക് അപൂർവമാണോ? ഇനിയും ഇങ്ങനെ പോയാൽ പല ഖേദങ്ങളും ഇനി പ്രകടിപ്പിക്കേണ്ടി വരും. ഇത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പരാതി വക്കീൽ നോട്ടീസ് അയച്ചതുകൊണ്ട്. എന്താണ് കാര്യം? ഇലക്ട്രൽ ബോണ്ടിലൂടെ 25 ലക്ഷം രൂപ CPIM സ്വീകരിച്ചു എന്ന കള്ള വ്യാജ വാർത്ത മനോരമ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമ ക്ഷമാപണം പ്രസിദ്ധീകരിച്ചു. അതിൽ പറയുന്നത് എന്താണ്? ആദ്യം അത് വായിക്കാം. ക്ഷമാപണം കാരണം വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോൾ ക്ഷമാപണം പറയുന്നില്ലെങ്കിൽ കേസിൽ നൂരാൻ പറ്റില്ലല്ലോ. അതായത് ബോണ്ട് വഴി മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഹൈദരാബാദ് കമ്പനി കോൺഗ്രസിനും BJPക്കും ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികൾ കൊടുത്ത കമ്പനിയാണ് മേഘ. ആ മേഘ എഞ്ചിനീയറിംഗ് കമ്പനി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി CPIMന് 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തു എന്നായിരുന്നു മനോരമയുടെ വാർത്ത, വ്യാജ വാർത്ത. ഇലക്ട്രൽ ബോണ്ടിലൂടെ അല്ല ഈ 25 ലക്ഷം സംഭാവന കൊടുത്തത്. 25 ലക്ഷം രൂപ സംഭാവന തന്നത് പാർട്ടി സ്ഥിരീകരിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന് കാലാകാലങ്ങളിൽ ഓരോ വർഷം കൊടുക്കുന്ന സാക്ഷ്യപത്രത്തില് അപ്ഡേറ്റില് കിട്ടിയ സംഭാവനയുടെ തുക കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന പാർട്ടിയാണ് CPIM എന്നുള്ളത് ആദ്യം മനോരമ മനസ്സിലാക്കണമായിരുന്നു. ഈ മനോരമയിൽ ഈ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ച ലേഖകന് വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതായിരിക്കാം. അല്ലെ, വിവരം ഉണ്ടാകണം. ഇലക്ട്രൽ ബോണ്ട് എന്താണ്, സംഭാവന എന്താണ്, ഡൊണേഷൻ എന്നുള്ളത് ഒരു പാർട്ടിക്ക്, കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ഒരു അംഗീകൃത പാർട്ടിക്ക് 20,000 രൂപ വരെ നേരിട്ട് ക്യാഷായിട്ട് കൊടുക്കാനും 20,000 രൂപയ്ക്ക് മുകളിൽ ഉള്ള തുക എത്ര ലക്ഷമായാലും കോടിയായാലും ചെക്കായിട്ട് കൊടുക്കാനും അല്ലെ ബാങ്ക് മുഖേന എന്ന് പറഞ്ഞ ചെക്ക് അല്ലെ മണി ട്രാൻസ്ഫർ കൊടുക്കാനും അതിനും രേഖയുണ്ട്, ബാങ്ക് രേഖയുണ്ട്, അനുവദിക്കുന്ന നിയമം ഈ രാജ്യത്ത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കിയിട്ടുണ്ട്. അത് പ്രകാരം മേഘയിൽ നിന്നും, ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയായ മേഘയിൽ നിന്നും 25 ലക്ഷം രൂപ സംഭാവന CPIM കൈപ്പറ്റിയിട്ടുണ്ട്. ഇത് സുതാര്യം, ഇതിൻ്റെ അതൊരു കള്ളത്തരമൊന്നുമില്ല. അത് കൃത്യമായിട്ട് ആ രേഖ റെക്കോർഡ്സ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. 2021 ഈ സംഭവം. അപ്പൊ ആ ഇലക്ഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഇത് തട്ടിയെടുത്തിട്ട് ഇത് ഇലക്ട്രൽ ബോണ്ട് CPIMനും കൊടുത്തു, ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതി പോയിട്ട് കേസിൽ വിധി സമ്പാദിച്ച ആ ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ച സുപ്രീം കോടതി വിധിക്ക് നിർണായകമായ പങ്കുവഹിച്ച അന്നത്തെ CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രയത്നങ്ങളൊക്കെ മറികടന്നിട്ട് CPM ഫണ്ട് സ്വീകരിച്ചിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോംബ് പൊട്ടിക്കാൻ നോക്കിയ മനോരമ ലേഖകൻ ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയായിരിക്കും. അയാളുടെ പേര് വാർത്തയിലില്ല, റിപ്പോർട്ടർ മാത്രമേ വാർത്തയിൽ വന്നിട്ടുള്ളൂ. ആ വാർത്ത ചമച്ചവൻ ഒരിക്കലും ഒരു ജേർണലിസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. വസ്തുതകളെ പരിശോധിച്ച് സ്ഥിരീകരിച്ച് ഡേറ്റ നോക്കിയിട്ട് ചെയ്യേണ്ട റിപ്പോർട്ടിനെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുകയും ആ ആളയച്ച വാർത്ത ഒരടിസ്ഥാനവും ഇല്ലാതെ ഇത്രയും നൂറ്റാണ്ട് പ്രായമുള്ള മലയാള മനോരമ എന്ന് പറയുന്ന മുത്തശ്ശി പത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്തേണ്ടി വന്ന ആ ഗതികേട്, മനോരമയുടെ എഡിറ്റോറിയൽ രംഗത്തെ പരാജയം എത്രമാത്രം ഗുരുതരമാണെന്ന് ആലോചിക്കണം. ഇതിനു മുമ്പേ പല വ്യാജ വാർത്തകളും നുണവാർത്തകളും മനോരമ കൊടുത്തിട്ടുണ്ട്. ആരും കേസിന് പോയിട്ടില്ല. കേസിന് പോകാത്തതുകൊണ്ട് ധൈര്യമായി ഇനിയും കൊടുത്തേക്കാം. ഇപ്പൊ കേസ് CPIM കൊടുത്തപ്പോ, MV ഗോവിന്ദൻ കൊടുത്തപ്പോ പണി കിട്ടിയപ്പം പരസ്യമായിട്ട് ക്ഷമാപണം നടത്തിയിരിക്കുകയാണ്. ആലോചിക്കണം. അതിന്റെ ടെക്സ്റ്റ് ഒന്നുകൂടി വായിക്കാം. സംഭാവനയ്ക്ക് പകരം ഇലക്ട്രൽ ബോണ്ട് വഴി മേഘ 25 ലക്ഷം രൂപ CPIMന് കൈമാറിയെന്നാണ് ഇന്നലത്തെ വാർത്തയിൽ ചേർത്തിരുന്നത്. പിശക് വന്നതിൽ ഖേദിക്കുന്നു. പോരെ, പിശക് വന്നതിൽ ഖേദിക്കുന്നു. ഇനി കരിമണൽ കർത്ത
ഇപ്പൊ എക്സാലോജിക്ക് വീണ തൈക്കണ്ടിയിൽ ഒക്കെ വലിയ വിഷയമാണല്ലോ. പിണറായി വിജയന്റെ മകൾ ബാങ്ക് വഴി ആനുവൽ മെയിൻ്റനൻസ് സർവീസിന് കൊടുത്ത 1.5 കോടി രൂപ, അത് ബാങ്ക് വഴി സർവ്വരേഖയുണ്ട്. അതോടെ പ്രതി വീഡിയോ അവസാനിപ്പിക്കുക. ഇത്തിരി നീണ്ടുപോയി, പ്രേക്ഷകർ ക്ഷമിക്കുക. രൊക്കം പണം 20,000 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ ഇലക്ഷൻ കമ്മീഷന്റെ റൂൾസ് അനുസരിച്ച് സംഭാവന. അപ്പോ എത്ര കോടിയാണ് കരിമണൽ കർത്ത അദ്ദേഹത്തിന്റെ ഡയറി പിടിച്ചെടുത്തിട്ട് കണ്ടെത്തിയത്? OC-ക്ക്, ഉമ്മൻചാണ്ടിക്ക്, ചെന്നിത്തല, രമേശ് ചെന്നിത്തലയ്ക്ക്. OC മരിച്ചുപോയി, ഉമ്മൻചാണ്ടി. ചെന്നിത്തല മരിച്ചിട്ടില്ല, ഇപ്പൊ വരെ നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല പണം സ്വീകരിച്ചു, എത്ര കിട്ടിയെന്ന് ഓർമ്മയില്ല എന്നാണ് ചെന്നിത്തല പ്രതികരിച്ചത്. അത് കരിമണൽ കർത്തയിൽ നിന്ന്. അപ്പൊ ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി ഇതേവരെ നിഷേധിച്ചിട്ടില്ല പൈസ കിട്ടിയെന്നുള്ള കാര്യം. കരിമണൽ കർത്ത എത്ര ലക്ഷം കോടി തന്നു എന്നുള്ളത്. ഇബ്രാഹിം കുഞ്ഞ്, നമ്മുടെ കമ്പില്ല പാലം പാലാരിവട്ടത്ത് ഉണ്ടാക്കിയ ഇബ്രാഹിം കുഞ്ഞ്, അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി, എത്ര കോടികളാണ് ഇങ്ങനെ പോയത്? അതിനെപ്പറ്റി എന്താ മനോരമയ്ക്ക് ഒരു വാർത്തയും കൊടുക്കാൻ പറ്റാത്തത്? CPIM 25 ലക്ഷം ഇലക്ട്രൽ ബോണ്ട് വഴി സ്വീകരിച്ചത്രേ. പൊളിഞ്ഞ് പാളീസായി പോയില്ലേ മനോരമേ? ഞാൻ പണിയെടുത്തൊരു സ്ഥാപനമായോണ്ട് ഞാൻ പറയുക. അപ്പോ ഇനി ഇത്തരം കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ മനോരമ ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇപ്പൊ ചൂടുവെള്ളത്തിൽ വീണ് കഴിഞ്ഞ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ ഒന്ന് അറയ്ക്കുമല്ലോ. ആ പണി CPIM മനോരമയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. ME ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി കൊടുത്തു കഴിഞ്ഞു. ഇനി നുണവാർത്ത, വ്യാജവാർത്ത ചമയ്ക്കുമ്പോൾ 3 വട്ടം മനോരമ ആലോചിക്കും. നിരന്തരം വക്കീൽ നോട്ടീസ് അയക്കും. ആര് വ്യക്തിയായാലും പാർട്ടിയായാലും ആർക്കെതിരെയും വ്യാജവാർത്ത ഏത് മാധ്യമം പ്രസിദ്ധീകരിച്ചാലും അപ്പം തന്നെ വക്കീൽ നോട്ടീസ് അയക്കണം, നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട്. ഒരു 10 കേസ് അങ്ങനെ വരുമ്പോൾ പിന്നെ മനസ്സിലാവും, ഈ പണി ശരിയാവില്ല, നുണവാർത്ത പരിപാടി നിർത്തിയേ പറ്റുള്ളൂ. അപ്പം മനോരമയ്ക്ക് ഉൾപ്പെടെ, മാതൃഭൂമിക്ക് ഉൾപ്പെടെ തോന്നും, ഏഷ്യാനെറ്റിന് ഉൾപ്പെടെ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം.